പേരയ്ക്കകളും ഇതാ വിളഞ്ഞ് നിൽക്കുന്നു. ഇതിൽ കീസ് ഇട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ വിളഞ്ഞ് നിൽക്കുന്നു. ഇതാ ഒന്ന് പറിച്ച് ഒരുവിധം വിളഞ്ഞതാണ്. ഒരുവിധം ഈ പരുവം പറിച്ചാലേ കൊള്ളാവും. കെട്ടിപ്പൊതിഞ്ഞ് നിർത്തിയതുകൊണ്ട് കിട്ടി. ഇതും ഒരുവിധം വിളയാറായി. ആ പേരയ്ക്ക അവിടെയൊക്കെ നിൽക്കുന്നത് ഒരുവിധം വിളയാറായി. ഇതൊക്കെ കീസിട്ടിട്ടെങ്കിൽ പുഴുക്കൂടും കേടായതേ കിട്ടുള്ളൂ. പിന്നെ പാറാനൊക്കെ അടിച്ചുകൊണ്ട് പോകും. നമുക്ക് ഒന്നമ്പരെയൊക്കെ കിട്ടും. ബാക്കിയൊക്കെ പാറാനും കൊണ്ടുപോകും, നമുക്കും കിട്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ. കണ്ട തടിയങ്ക കവറിട്ടേക്കുന്നു. അതിനകത്ത് തടിയങ്ക കവറിട്ടേക്കാണ്. അതായത് കവറിട്ടേക്കുന്നു. വെയിറ്റ് കൊണ്ട് ഇങ്ങനെ താന്നു പോകും. പക്ഷേ അത് എന്തോ കുത്തുന്നുണ്ട്. പുഴു കൂടും ആവും, പുഴു കുത്തും. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. പിന്നെ ഇവിടെ കീഴാർ നെല്ലിയും പിന്നെ എന്താണ് അതിൻ്റെ പേര്, മുക്കുറ്റി എന്ന് പറയുന്നത് ഇഷ്ടം പോലെ സുലഭമായിട്ട് ധാരാളം. ഒത്തിരി മണിയല്ല മുക്കുറ്റി. ഇതൊക്കെ ചിലയിടത്തൊന്നും ഒന്ന് കണ്ടു കിട്ടാൻ പോലും കാണത്തില്ല. ഇത് കണ്ട മുക്കുറ്റിയുടെ കൂടാരം പുഴുത് പറിച്ച് കളയേണ്ടി വരും. ആ കണക്കിനുണ്ട്. ഔഷധമാണ്, ഭയങ്കരമായ ഔഷധമുള്ള സാധനമാണ്. ഇതൊക്കെ ഒന്ന് എവിടെയെങ്കിലും കണ്ടു കിട്ടിയാൽ മതി എന്നും പറഞ്ഞ ആൾക്കാരിരിക്കും. മുമ്പ് ഇവിടെ ആറ്ററ്റ് പോയപ്പോൾ എൻ്റെ ഭർത്താവ് ഒരെണ്ണം എവിടെന്നോ എടുത്തുകൊണ്ട് വന്ന് വെള്ളം തിളപ്പിച്ച് കൊടുക്കാനെന്നും പറഞ്ഞു. ഉണ്ടോ കീഴാർ നെല്ലി എന്താ പല സൈസിലെ കളറിലതും ഉണ്ട്. ചുവപ്പ് കാണും, ഇത് ചുവപ്പും കാണും, നല്ല ചുവപ്പ് കളറിലത്. ഇത് ചുമന്ന കളറിലതാണ്. മഞ്ഞ കളറ്, വെള്ള കളറ്, പല കളറിലതും ഉണ്ട് ഈ കീഴാർ നെല്ലി. ഇത് ചുമന്ന കളറ്, വെള്ള കളറ്. കീഴാർ നെല്ലിയും അതുപോലെ തന്നെ നിലന്തങ്ങ് എന്ന് പറയും, മുക്കുറ്റിയെന്നും നിലന്തങ്ങെന്നും പറയുന്ന സാധനം ഇവിടെ ധാരാളമായിട്ടുണ്ട്. ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതുണ്ട്, ഇതൊക്കെ ഉണ്ട്, കാട് പിടിച്ചിട്ട് എന്താ മുക്കുറ്റി നിൽക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്നു. ഇത് മുഴുവൻ മുക്കുറ്റിയാണ്. മുക്കുറ്റിയും കീഴാർ നെല്ലി, ചുമന്ന കീഴാർ നെല്ലി. ഇത് ചുമന്ന കീഴാർ നെല്ലി ഇതാ നിൽക്കുന്ന ധാരാളമായിട്ട്. കാട് പിടിച്ച് കിടക്കുകയാണ് കീഴാർ നെല്ലിയും പിന്നെ മുക്കുറ്റിയും. ഇതിൻ്റെ പേര് കൈതോന്നി ആയിരിക്കാം. കൈതോന്നിയാണ്. ഇതുണ്ട്, കൈതോന്നി, വലിയ കൈതോന്നി. മുക്കുറ്റി, ഇവിടെ അത്രയും മുക്കുറ്റി ധാരാളം മുക്കുറ്റിയുണ്ട്. മുക്കുറ്റിയും കീഴാർ നെല്ലിയും കൊണ്ടൊരു അഭിഷേകം തന്നെ ഇവിടെ മുഴുവൻ. പിന്നെ തുളസി, കൃഷ്ണ തുളസി എന്ന് പറയും. ഈ കളർ കൃഷ്ണ തുളസി. കീഴാർ നെല്ലി, ഔഷധച്ചേമ്പ്, മുക്കുറ്റി. കാട് പിടിച്ച് മുക്കുറ്റി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നിലന്തെങ്ങെന്നും പറയും. താഴെ കുഞ്ഞ് തൂക്കമില്ലാത്തത് കൊണ്ട് ഒറ്റത്തടിയായിട്ട് പോകുന്നുണ്ട്. നമ്മൾ നിലന്തെങ്ങെന്നും പറയും ഇതിന്, ഒറ്റത്തടിയായിട്ട് പോകുന്നത് കൊണ്ട്. എല്ലായിടത്തും ഉണ്ട്. ഇവിടെ 4 ചുറ്റിനും ഇത് തന്നെയാണ്. 4 ചുറ്റിനും ഇവിടെ അത് തന്നെ. ഇത് വെണ്ട, 2 വെണ്ട, മറ്റേ നാടൻ വെണ്ട, നല്ല വലിയ കായ്ക്കുന്ന വെണ്ട. അവിടെയും മുക്കുറ്റിയും കീഴാർ നെല്ലിയും ഉണ്ട്. മുക്കുറ്റിയും കീഴാർ നെല്ലി, കൈതോന്നി, മുക്കുറ്റി, കീഴാർ നെല്ലി, മുക്കുറ്റിയും കീഴാർ നെല്ലി. ഇതൊക്കെ ധാരാളമായിട്ട് ഇവിടെയുണ്ട്.